ഇവരൊക്കെ വലിയ ഫാക്ടറികളും കൂടുതൽ എംപ്ലോയീസിനെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടല്ല ഈ ബ്രാൻഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രാവശ്യം കാൻഡൻ ഫെയറിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം ഗ്ലോബൽ ബ്രാൻഡുകളായ ആപ്പിള്, സിയോമി, നൈക്ക്, ഐക്കിയ ഒക്കെ എങ്ങനെയാണ് ലീഡിംഗ് പൊസിഷനിൽ എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു സീക്രട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവരൊക്കെ വലിയ ഫാക്ടറികളും കൂടുതൽ എംപ്ലോയീസിനെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടല്ല ഈ ബ്രാൻഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ്? ഈ ബ്രാൻഡുകളൊക്കെ സ്വീകരിച്ച പ്രോസസ്സിംഗ് രീതി OEM-ഉം ODM-ഉം ആണ്. OEM എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എക്വിപ്മെൻറ്റ് മാനുഫാക്ചറിങ്, ODM പറഞ്ഞാൽ ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറിങ്. അപ്പോൾ ഇത് തമ്മിലുള്ള ബെനിഫിറ്റ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങളെ മനസ്സിലുണ്ടാവും. ആപ്പിൾ, നൈക്കൊക്കെ OEM പ്രോസസ്സിംഗ് രീതിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ രീതി അനുസരിച്ച് ഇതിൻ്റെ ഡിസൈനിങ്ങും സ്പെസിഫിക്കേഷനൊക്കെ ആപ്പിളും നൈക്കൊക്കെ കൊടുക്കും. അപ്പോൾ കൊളാബറേറ്റ് ചെയ്ത കമ്പനിയാണ് ഇതിൻ്റെ എക്വിപ്മെൻറ്റും കമ്പോണൻസും ഒക്കെ ഇവർ കൊടുത്ത ഡിസൈനിങ്ങും സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാനുഫാക്ചർ ചെയ്യുന്നത്. സയോമി, ഐക്കിയോ ഒക്കെ ODM രീതിയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ODM രീതിയിൽ അതിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ മാനുഫാക്ചറിങ്ങും ഒരു കമ്പനി ചെയ്യുകയും ഇതിൻ്റെ ബ്രാൻഡിങ്ങും ഇതിൻ്റെ മാർക്കറ്റിങ്ങും മാത്രം സയോമിയും ഐക്കിയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ODM-ലുള്ളത്. അപ്പോൾ നിങ്ങൾ കാൻഡൻ ഫെയറിന് പോകുമ്പോൾ നിങ്ങളെടുത്തൊരു ഡിസൈൻ കൺസെപ്റ്റ്, ഒരു ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏൽപ്പിക്കാനുള്ള ഒരു കൊളാബറേഷൻ കമ്പനിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആപ്പിളൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രോസസ്സിംഗ് രീതി അവലംബിക്കാവുന്നതാണ്. സ്വന്തമായ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചൈനയിലുള്ള ഒരു കമ്പനിയുമായിട്ട് മാനുഫാക്ചറിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കൊളാബറേഷൻ വരുത്തിയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ കാൻഡൻ ഫെയറിൽ പങ്കെടുത്തുകൊണ്ട് OEM രീതിയിലോ ODM രീതിയിലോ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് us.